ഹായ് വിവേഴ്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഒരു മയോണൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നല്ല കട്ടിയുള്ള അതുപോലെ നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ ചെയ്യുന്നത് മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ടുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല അടിപൊളി നല്ല ക്രീമി മയോണൈസ് നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് 2 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെള്ളം സെപ്പറേറ്റ് ചെയ്യണമൊന്നുമില്ല, രണ്ടും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. 1 സ്പൂൺ പഞ്ചസാര ചേർക്കണം. അതുപോലെ 1 സ്പൂൺ ഉപ്പും ചേർക്കണം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് ഉപ്പിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരാം കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്ത ആ ഒരു